നമ്മുടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണല്ലോ PMC ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പം അതിൽ അന്ന് UDF പൊതുവിലും കോൺഗ്രസും ലീഗും പ്രത്യേകിച്ചും വലിയ തോതിലുള്ള വിവാദം ഉയർത്താനാണ് ശ്രമിച്ചിരുന്നത്. ഇവിടെ LDF സർക്കാർ BJP ആയിട്ട് എന്തോ ഡീലുണ്ടാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കാൻ നോക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്ക് മുന്നിലുള്ള കീഴടങ്ങലാണത്. ഇതൊക്കെയാണ് UDF ആ ഘട്ടത്തിൽ വൻതോതിൽ പ്രചരിപ്പിച്ചിരുന്നു. മാത്രമല്ല, തങ്ങൾ അധികാരത്തിൽ വന്നാൽ PMC നടപ്പാക്കില്ല. മാത്രമല്ല, ചിലർ പറഞ്ഞു അത് അറബിക്കടലിൽ ഒഴുക്കും. അങ്ങനെയെല്ലാമുള്ള അവകാശവാദങ്ങളാണ് അന്ന് UDF നേതാക്കൾ പുറപ്പെടുവിച്ചിരുന്നു. ഇപ്പോ സ്ഥിതി എല്ലാവരും കാണുകയാണല്ലോ. PMC പദ്ധതി നടപ്പാക്കാനുള്ള നടപടികളുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരും. തെരഞ്ഞെടുപ്പിന് മുൻപ് തങ്ങൾ ഉയർത്തിയ എതിർപ്പുകളൊക്കെ മാറ്റിവെച്ച് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ, അവരുടെ നയങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങാൻ തീരുമാനിച്ചത് എന്തടിസ്ഥാനത്തിലാണ്? ഇത് UDF ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ്. അതിനവര് ഒരു ഉത്തരം ഇപ്പോൾ പറയുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു തെറ്റായ വാദമാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിലവർ പറയുന്നത് പഴയ സർക്കാർ ഒരു ധാരണാപത്രം ഒപ്പിട്ടു. അപ്പം അതുകൊണ്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ മാത്രമേ വഴിയുള്ളൂ, അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല. ഇതാണ് ഇതിൻ്റെ ന്യായീകരണമായി ഇന്നത്തെ ഗവൺമെന്റിന്റെ വക്താക്കൾ പറയുന്ന കാര്യം. അപ്പോ എന്താണ് വാസ്തവം? ഇവിടെ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ മാത്രമല്ലല്ലോ കോൺഗ്രസ് പങ്കാളിത്തം വഹിക്കുന്ന, നേതൃത്വം വഹിക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകളുള്ളത്. ഇന്ത്യയിലുള്ള കോൺഗ്രസ് നേതൃത്വം വഹിക്കുന്ന എല്ലാ സംസ്ഥാന സർക്കാരുകളും ഈ പദ്ധതിയുടെ ഭാഗമായാണ് പ്രവർത്തിക്കുന്നത്. ഒരു വിയോജിപ്പും ഒരു സർക്കാരും പുറപ്പെടുവിച്ചിട്ടില്ല. അവർ PMC നടപ്പാക്കുന്നു, ഒപ്പിട്ടിരിക്കുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം എന്തൊക്കെയാണോ നിർദ്ദേശിക്കുന്നത് അതെല്ലാം അതേപോലെ നടപ്പാക്കാനും തയ്യാറായിരിക്കും. അപ്പോൾ പ്രസക്തമായ പ്രശ്നം കോൺഗ്രസിന്റെ നിലപാട് എന്ത് എന്നുള്ളതാണ്.
കോൺഗ്രസിൻ്റെ നിലപാട് ഇന്ത്യയിലാകെ PMശ്രീയുമായി ബന്ധപ്പെട്ട് PMശ്രീ അംഗീകരിച്ചു പോകുന്നതാണ്. ഇതാണ് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യം. അത് കേരളത്തിലും നടപ്പാക്കാനിപ്പോൾ അവർ തയ്യാറാവുകയാണ്. PMശ്രീയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് PMശ്രീ ഒപ്പിടാത്തതിൻ്റെ ഭാഗമായി SSK ഫണ്ട് തടഞ്ഞു വെക്കുന്ന നിലയുണ്ടായി. ഇത് വിദ്യാഭ്യാസ മേഖലയെ വലിയ തോതിൽ വരിഞ്ഞു മുറുക്കുന്നതിനിടയാക്കിയ കാര്യമാണ്. വൻതോതിൽ വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിക്കുന്ന ഫണ്ട് SSK മുഖേനയുള്ളതാണ്. അതാകെ തടഞ്ഞു വെക്കൽ സാധാരണഗതിയിൽ ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അത് സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ പണം ചെലവിടുന്നതിന് തടസ്സമായിട്ടാണ് വരിക. ഇത് കണ്ടുകൊണ്ടാണ് അന്ന് പറഞ്ഞതുപോലെ LDF സർക്കാർ അക്കാലത്ത് ഈ പ്രതിസന്ധി ഒഴിവാക്കുന്നതിനായി ഒരു ധാരണാപത്രം ഒപ്പിട്ടത്. പക്ഷേ ആ ധാരണാപത്രം അനുസരിച്ചുള്ള ഒരു നടപടിയും മുന്നോട്ട് പോയില്ല. ഒരു മാസത്തിനകം തന്നെ ആ ധാരണാപത്രം പൂർണ്ണമായും മരവിപ്പിക്കുന്ന നിലപാടാണ് LDF സർക്കാർ സ്വീകരിച്ചത്. അതിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഒട്ടേറെ ആക്ഷേപങ്ങളുണ്ട്. അവയെല്ലാം പരിശോധിച്ചുകൊണ്ട് തുടർ നടപടി സ്വീകരിക്കാം എന്നാണ് LDF സർക്കാർ തീരുമാനിച്ചത്. അതിനായി നവംബർ 12 2025 നവംബർ 12 സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയക്കുകയും ചെയ്തു. കത്ത് നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിലുള്ളതാണ്. ആരുടെയെങ്കിലും ശ്രദ്ധയിൽ ഇല്ലാതിരുന്നെങ്കിൽ അത് ലഭ്യമാകുന്നതിനും പ്രയാസം ഉണ്ടാവില്ല. ഇവിടെ പ്രസക്തമായ ചോദ്യം, ഒരു തവണ ധാരണാപത്രത്തിൽ ഒപ്പിട്ടാൽ സംസ്ഥാന സർക്കാരിന് പിന്മാറാനാകുമോ എന്നുള്ളതാണ്. ഇവിടെ കാണേണ്ട കാര്യം, ധാരണാപത്രം ഒപ്പിട്ടു എന്നതുകൊണ്ട് മാത്രം പദ്ധതി നടപ്പാകില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും മോണിറ്ററിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കണം. അതോടൊപ്പം പദ്ധതി നടപ്പാക്കുന്ന സ്കൂളുകളുടെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കണം. ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഈ ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷം അത്തരത്തിലുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല, ഒരു കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുമില്ല. ഓരോ ബ്ലോക്കിലും 2 വീതം സ്കൂളുകളാണ് ഈ PMശ്രീ സ്കൂളായി ഉയർത്തേണ്ടത്. അങ്ങനെയുള്ള ഒരു ലിസ്റ്റും കേരളത്തിൽ തയ്യാറാക്കിയിട്ടില്ല, അത് കേന്ദ്രത്തിന് നൽകിയിട്ടുമില്ല. അപ്പോൾ സാധാരണഗതിയിൽ അത്തരം സ്കൂളുകളുടെ ലിസ്റ്റ് സംസ്ഥാനം കേന്ദ്രത്തിന് കൈമാറുകയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ നിബന്ധനകളുമാണ് ഈ ധാരണാപത്രത്തിലുള്ളത്.
അപ്പോൾ സംസ്ഥാന സർക്കാർ ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും നടപ്പാക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും നടപ്പാക്കാതിരിക്കുന്നത്. അത് മരവിപ്പിക്കുന്നുവെന്ന് LDF സർക്കാർ പറയുകയും ചെയ്തല്ലോ. അപ്പോൾ നടപ്പായില്ല എന്ന വസ്തുത നിലനിൽക്കില്ലേ? നിങ്ങൾ മരവിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഒഴിവാകുന്നില്ല, ഇതിൻ്റെ ഭാഗമായി PMC നടപ്പാവുകയാണ് എന്ന നിലപാട് കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ LDF സർക്കാർ ധാരണാപത്രം മരവിപ്പിക്കുക, കീപ്പിംഗ് ഇൻ അബിയൻസ്, ഇതാണ് ഉപയോഗിച്ച വാക്ക്. അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിക്കാൻ മന്ത്രിസഭ ഉപസമിതിയെ ചുമതലപ്പെടുത്തുകയുമാണ് ചെയ്തത്. അപ്പോൾ അവിടെ കിടക്കുകയാണ്. PMC നടപ്പാക്കുന്ന നിലയല്ല ഉള്ളത്. അപ്പോൾ ഒപ്പിട്ടത് കൊണ്ട് മാത്രം ഈ പദ്ധതി മുന്നോട്ട് പോകില്ല. ഇവിടെ പുതിയ സർക്കാർ വന്നിരിക്കുന്നു. ആ സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ നയപരമായി തീരുമാനിച്ചാൽ മാത്രമേ ഈ പദ്ധതി കേരളത്തിൽ നടപ്പാവുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഒരു നയമാറ്റത്തിന് UDF-നെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്നതാണ് നാടിനു മുന്നിൽ അവർ വ്യക്തമാക്കേണ്ടത്. കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രത്യേക അറിയിപ്പ് സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ്? പദ്ധതിയെ അതിനിശിതമായി എതിർത്ത UDF ഇപ്പോൾ ആ പദ്ധതി അംഗീകരിച്ച് നടപ്പാക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി അവർ തന്നെ വിശദീകരിക്കേണ്ടതാണ്. ധാരണാപത്രം റദ്ദ് ചെയ്യാൻ അവകാശമുള്ളതാണ്. കേന്ദ്ര സർക്കാരിന് അവകാശമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോടെ മാത്രം ഭേദഗതി ചെയ്യാനും കഴിയും. സംസ്ഥാന സർക്കാരിനാവട്ടെ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഏതുതരം പ്രശ്നങ്ങളും കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഉഭയകക്ഷി ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അവയെല്ലാം കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ അവകാശമുള്ളതാണ്. ചുരുക്കത്തിൽ സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്താൽ മാത്രമേ പദ്ധതി നടപ്പിലാകൂ എന്നതാണ് അവസ്ഥ. ഈ നടപടി ഇപ്പോൾ നടപ്പാക്കുന്ന രീതിയിലേക്ക് വന്നതിൻ്റെ യഥാർത്ഥ കാരണങ്ങളാണ് UDF വ്യക്തമാക്കേണ്ടത്. നാം വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം, ഏത് സാഹചര്യത്തിലും ഉപേക്ഷിക്കാവുന്ന ഒന്ന് മാത്രമാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം PMC പദ്ധതി. ധാരണാപത്രം ഒപ്പിട്ടതുകൊണ്ട് പിന്മാറാനാവില്ല എന്ന് സർക്കാരിന് എവിടുന്നെങ്കിലും നിയമോപദേശം ലഭിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതും അറിയുന്നത് നല്ലതാണല്ലോ. പുതിയ അഡ്വക്കേറ്റ് ജനറൽ അത്തരമൊരു ഉപദേശം സർക്കാരിന് നൽകിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കണം. കേരളത്തിന് PMC പദ്ധതിയുടെ ഭാഗമായി പണം ലഭിച്ചു എന്ന് മുഖ്യമന്ത്രി പ്രസ്താവിക്കുന്നതായി കണ്ടു.
മുഖ്യമന്ത്രിയുടെ ആ വാദത്തിൻ്റെ യാഥാർത്ഥ്യം അതിൽ വ്യക്തതയുള്ളതാണല്ലോ. എന്തിനാണ് വസ്തുതാവിരുദ്ധമായൊരു കാര്യം അദ്ദേഹം പ്രസ്താവിക്കാൻ പോയത്? പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നു. ആ ചോദ്യവും മറുപടിയും രഹസ്യമല്ലല്ലോ, പരസ്യമല്ലേ. അതിൽ കേന്ദ്ര സർക്കാർ കേരളത്തിന് PMശ്രീയുടെ പണം നൽകിയിട്ടില്ല എന്നാണല്ലോ മറുപടി പറഞ്ഞത്. അങ്ങനെ വ്യക്തത വന്ന ശേഷം വസ്തുതാവിരുദ്ധമായ കാര്യം ഉന്നയിക്കുന്നത്, അതോ മുഖ്യമന്ത്രി തലത്തിൽ ഉന്നയിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? കേരളത്തിന് കിട്ടിയത് SSK ഫണ്ടാണ്. ഇതിന് PMശ്രീയുമായി ഒരു ബന്ധവുമില്ല. SSK ഇനത്തിൽ കിട്ടിയ ഈ ഫണ്ട് പിന്നീട് വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ട യൂണിഫോം, പാഠപുസ്തകം, ഈ ഇനങ്ങളിലേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന നിലയാണ് കേരളത്തിലുണ്ടായത്. അപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, PMശ്രീ ധാരണാപത്രപ്രകാരം സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട നടപടിക്രമങ്ങളുണ്ട്. അത് സ്വീകരിക്കാതെ, അത്തരം നടപടിക്രമങ്ങൾ സ്വീകരിക്കാതെ കേവലമൊരു ധാരണാപത്രം ഒപ്പിട്ടതിൻ്റെ പേരിൽ ₹1 പോലും കേന്ദ്ര സർക്കാർ അനുവദിക്കില്ല. PMശ്രീ പദ്ധതിയിൽ ഒപ്പിടാത്തതിൻ്റെ പേരിൽ സമഗ്ര ശിക്ഷ കേരളക്ക് ലഭിക്കേണ്ട ഫണ്ട് തടഞ്ഞുവെക്കുന്ന കേന്ദ്ര സർക്കാർ സമീപനം, അതിൻ്റെ ഭാഗമായി 1158 കോടി രൂപയുടെ ഫണ്ടാണ് കേരളത്തിന് ആ ഘട്ടത്തിൽ നഷ്ടമായിരുന്നത്. അപ്പോൾ PMശ്രീയിൽ കരാർ ഒപ്പിട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും അതിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാനങ്ങൾക്ക് കഴിയും എന്നതിൻ്റെ ഉദാഹരണവും നമ്മുടെ രാജ്യത്തുള്ളതാണ്. പഞ്ചാബിൻ്റെ അനുഭവം നേരത്തെ ഉന്നയിച്ചതാണ്. 2022 ഒക്ടോബറിലാണ് PMശ്രീ പദ്ധതിയിൽ ധാരണാപത്രം പഞ്ചാബ് സർക്കാർ ഒപ്പുവെക്കുന്നത്. അത് കഴിഞ്ഞ് 9 മാസങ്ങൾക്ക് ശേഷം 2023 ജൂലൈയിൽ ഔദ്യോഗികമായി തന്നെ അതിൽ നിന്ന് പിന്മാറുന്ന നില സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ പിന്മാറാൻ കഴിയാത്ത ഒന്നാണ് എന്ന വാദം ശരിയല്ല എന്നതാണ്. വേറൊരു പ്രശ്നം കേരളം അതീവ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. അന്താരാഷ്ട്ര യോഗ ദിനാചരണം വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഗവർണർ നേരിട്ട് സർക്കാർ വകുപ്പുകളുടെ യോഗം വിളിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന നടപടി, ഇത് ഭരണഘടനാ കീഴ്വഴക്കങ്ങളുടെയും ജനാധിപത്യ മര്യാദകളുടെയും നഗ്നമായ ലംഘനമാണ്. ഗവർണറിൽ നിക്ഷിപ്തമായ അധികാരം സാധാരണഗതിയിൽ മന്ത്രിസഭയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. ഗവർണർ ഒരു സമാന്തര അധികാര സ്ഥാനമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് ഭരണഘടനാ വിരുദ്ധമാണ്. മാത്രമല്ല,
ഫെഡറൽ അധികാരങ്ങളുടെ ലംഘനവുമാണ്. എന്തടിസ്ഥാനത്തിലാണ് ഗവർണർ സർക്കാർ വകുപ്പ് മേധാവികളെ നേരിട്ട് വിളിച്ച് ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നത്? അത്യന്തം ഗുരുതരമായ സാഹചര്യമാണ് ഇതിൻ്റെ ഭാഗമായി സംജാതമായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രതികരണമൊന്നും കണ്ടില്ല. നമ്മുടെ സർക്കാർ, പുതുതായി അധികാരത്തിൽ വന്ന സർക്കാർ, അതിനുശേഷം സംഘപരിവാർ വിധേയത്വം വല്ലാതെ കാണിക്കുന്നു എന്ന പൊതു ആക്ഷേപം നാട്ടിൽ വലിയ തോതിൽ ഉയർന്നു വന്നിട്ടുണ്ട്. കിട്ടിയ അവസരം ശരിയായ രീതിയിൽ ഉപയോഗിക്കാനാണ് ഗവർണറും തയ്യാറാകുന്നത് എന്നാണ് തോന്നുന്നത്. ഇവിടെ സംസ്ഥാനത്തിൻ്റെ അന്തസ്സാണ് ചോദ്യം ചെയ്യുന്നത്. സംസ്ഥാനത്തിൻ്റെ അന്തസ്സ് സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ് എന്നത് ഓർമ്മിക്കേണ്ടതാണ്. ഒരു പഴയ കാര്യം ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. 2024 മുൻ ഗവർണർ ചീഫ് സെക്രട്ടറിയെയും പോലീസ് മേധാവിയെയും വിളിച്ചു വരുത്താൻ നിർദ്ദേശിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അതിനെതിരായി അന്നത്തെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് നിങ്ങളുടെ എല്ലാം ഓർമ്മയിലുണ്ടാകുമല്ലോ. അന്ന് എഴുതിയ കത്തിൻ്റെ പകർപ്പും ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ആവശ്യമെങ്കിൽ അതും ലഭ്യമാവുകയും ചെയ്യും.